എക്കണോമിക്സിന്റെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏത് ഭാഗമായിരുന്നു ഓർമ്മയുണ്ടോ? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി അല്ലേ? ഏതൊക്കെയാണ് ഈ പ്രോബ്ലങ്ങൾ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഏതാ ഫോർ ഹൗ ടു പ്രൊഡ്യൂസ്, ഓക്കെ, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. ഇതായിരുന്നു പ്രശ്നങ്ങൾ. ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതായിരുന്നു. ഇനി എന്താണ് ഈ പ്രശ്നങ്ങളുടെ കാരണം? ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം എന്താ? സിമ്പിൾ ആണ്, സ്കേഴ്സിറ്റിയാണ് കാരണം. ക്ലിയർ? ആയിക്കോട്ടെ, നമ്മൾ പുതിയ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഉദാഹരണം പറയാം, അതിലൂടെ തുടങ്ങാം. അച്ഛൻ നിങ്ങൾക്ക് ഒരു 100 രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ, കടയിൽ നിന്ന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ. അങ്ങനെ പറയുന്നതോടുകൂടി നമുക്ക് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരും. തീർച്ചയായിട്ടും ഈ 100 രൂപ കൊണ്ട് വാങ്ങാൻ കിട്ടുന്ന, നമ്മൾ കുറച്ച് ആഗ്രഹിച്ചുകൊണ്ട് നടന്ന വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കും. അതിലെന്തെല്ലാം ഉണ്ടാകും? ആലോചിച്ച് നോക്കും, സങ്കല്പിച്ച് നോക്കും. പേന, നോട്ട് പുസ്തകം ഉണ്ടാകും അല്ലെ, ഐസ്ക്രീം ഉണ്ടാകും, ചോക്ലേറ്റ് ഉണ്ടാകും അല്ലെ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ കയ്യിൽ 100 രൂപയുള്ളൂ, റിസോഴ്സ് ആർ ലിമിറ്റഡ്. നമ്മുടെ കയ്യിൽ 100 രൂപയുള്ളൂ. ഇതിന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ 100 രൂപയിൽ ഒതുക്കിക്കൊണ്ട് എന്ത് വാങ്ങാൻ കഴിയും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. എന്തൊക്കെയായാലും നിങ്ങൾ 2 സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നു വാങ്ങാനായിട്ട്. 100 രൂപ, ഐസ്ക്രീമും നോട്ട് ബുക്കും. നല്ല കോമ്പിനേഷൻ അല്ലെ? ഐസ്ക്രീമും നോട്ട് ബുക്കും. ആയിക്കോട്ടെ, നിങ്ങൾ 50 രൂപക്ക് ഐസ്ക്രീം വാങ്ങിച്ചാൽ ബാക്കി എത്ര രൂപ ഉണ്ടാകും നോട്ട് ബുക്ക് വാങ്ങാൻ? തീർച്ചയായിട്ടും 50 രൂപ നോട്ട് ബുക്ക് വാങ്ങാനുണ്ടാകും. നിങ്ങൾ ഐസ്ക്രീമിന്റെ എണ്ണം കൂട്ടുകയാണെങ്കിലും ഒരു 70 രൂപക്ക് ഐസ്ക്രീം വാങ്ങിച്ചാൽ നോട്ട് ബുക്ക് വാങ്ങാൻ 30 രൂപയെ ഉണ്ടാകും. വീണ്ടും നിങ്ങൾ 90 രൂപക്ക് ഐസ്ക്രീം വാങ്ങിച്ചാൽ 10 രൂപയ്ക്ക് നോട്ട് ബുക്ക് വാങ്ങാനുണ്ടാകും, അല്ലെങ്കിൽ 10 രൂപയെ ബാക്കി ഉണ്ടാകും നോട്ട് ബുക്ക് വാങ്ങാൻ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സംഗതി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ, മറ്റൊരു സംഗതിക്ക് ഇഷ്ടമുള്ള മറ്റൊരു സംഗതി സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് 2 സാധനവും ഒരുമിച്ച് ഒരേ അളവിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമോ? ഈ 100 രൂപ അകത്തു നിന്നുകൊണ്ട് കഴിയില്ല. ഒരുപക്ഷെ 100 രൂപക്ക് ഐസ്ക്രീം വാങ്ങാം, അതുമല്ലെങ്കിൽ 100 രൂപക്ക് നോട്ട് ബുക്ക് വാങ്ങാം. ഏതെങ്കിലും ഒന്ന് നടക്കും. രണ്ടും ഒരുപോലെ വാങ്ങണമെങ്കിൽ കോമ്പിനേഷൻസ് സ്വീകരിക്കേണ്ടി വരും. 50 രൂപക്ക് നോട്ട് ബുക്ക്, 50 രൂപക്ക് ഐസ്ക്രീം. ഓക്കെ, ഇനി 80 രൂപക്ക് ഐസ്ക്രീം വാങ്ങിച്ചാലും 20 രൂപക്ക് നോട്ട് ബുക്ക് അല്ലെ? ഇങ്ങനെയുള്ള വിവിധ സാധ്യതകൾ അവിടെ വരുന്നു, പോസിബിലിറ്റീസ് അവിടെ വരുന്നു. നോക്കൂ, എക്കണോമിക്സിലെ ഒരു മെയിൻ ഭാഗമാണ്. നോക്കൂ, നമ്മുടെ എന്ത് കാര്യവും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. സ്കൂളിലെ ടൈം ടേബിൾ ആയാൽ നോക്കൂ, സപ്പോസ് നമുക്ക് 2 മണിക്കൂർ പഠിക്കാൻ കിട്ടി വെച്ചു. സ്കൂളിലാകട്ടെ വീട്ടിലാകട്ടെ 2 മണിക്കൂർ, ആകെ 2 മണിക്കൂർ പഠിക്കാൻ ടൈം കിട്ടി. പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എക്കണോമിക്സും അക്കൗണ്ടൻസിയും. ആലോചിച്ചു നോക്കൂ, 1 മണിക്കൂർ അക്കൗണ്ടൻസി പഠിച്ചാൽ ബാക്കി 1 മണിക്കൂറെ എക്കണോമിക്സ് പഠിക്കാൻ കിട്ടുകയുള്ളൂ. ഇനി അക്കൗണ്ടൻസിയുടെ ഡ്യൂറേഷൻ കൂട്ടിയാൽ ഒരു 1.5 മണിക്കൂർ അക്കൗണ്ടൻസി പഠിക്കുകയാണെങ്കിൽ അരമണിക്കൂർ അഥവാ 30 മിനിറ്റ് മാത്രമാണ് എക്കണോമിക്സ് പഠിക്കാൻ കിട്ടുക. എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടൻസി കൂടുതൽ സമയം പഠിക്കുമ്പോൾ എക്കണോമിക്സ് പഠിക്കേണ്ട സമയം നഷ്ടപ്പെടുന്നു എന്ന്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നത് എന്നർത്ഥം. ക്ലിയർ ആവുന്നുണ്ടല്ലോ?
അപ്പൊ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് മറ്റൊന്ന് നേടുന്നത് എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? ഈ സംഗതിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പഠിക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? എല്ലാ എക്കോണമികളിലും ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ട്. ഏത് രാജ്യത്തിനുമുണ്ട്. എന്താ കാരണം? റിസോഴ്സസ് വളരെ കുറച്ചേ ഉള്ളൂ, അത് തന്നെയാണ് കാരണം. അങ്ങനെ വരുമ്പോൾ ചില സംഗതികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ചില സംഗതികൾ ചെയ്യുന്നത്. ഏറ്റവും പ്രയോറിറ്റി വേണ്ട ചില സംഗതികൾ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? 2 സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് കൂടുതൽ പഠിച്ചാൽ ടൈം കൊടുത്താൽ മറ്റൊരു സബ്ജക്റ്റ് സമയം പോകും. നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ വീടുകളിലെ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളിൽ ആ റൂം കുറച്ച് വലിപ്പം കൂടണം ഉദ്ദേശിക്കുകയാണ്. എന്താണ് വഴി? നമുക്ക് ടോയ്ലറ്റ് കുറച്ച് ചെറുതാക്കാം. ബാത്ത് അറ്റാച്ച്ഡ് റൂമായി വലിയ ടോയ്ലറ്റ് ആയിരുന്നു, ടോയ്ലറ്റ് കുറച്ച് ചെറുതാക്കി റൂം വേണമെങ്കിൽ കുറച്ച് നീട്ടാം. ഓക്കെ, അപ്പൊ റൂം നീളുന്നതിനനുസരിച്ച് ടോയ്ലറ്റ് വലിപ്പം കുറയുന്നു. ക്ലിയർ അല്ലേ? തിരിച്ച് ചിന്തിക്കാം. ടോയ്ലറ്റ് ചെറുതാണ്, റൂം വലുത്. ടോയ്ലറ്റ് കുറച്ച് വലിപ്പം റൂമെന്ന് ആഗ്രഹമുണ്ട്, സ്ഥലം വേറെ ഇല്ല. ബാത്ത് അറ്റാച്ച്ഡാണ്, റൂം കുറച്ച് ചെറുതാക്കാം. ശരിയല്ലേ? ചുവരൊക്കെ ഒന്ന് ഇടിച്ചു നിരത്തി റൂമിന്റെ ഭാഗത്തെ കുറച്ചുകൂടെ ചുവര് മാറ്റി പണിതാൽ ടോയ്ലറ്റ് വലുതാകും. അതായത് റൂമിന്റെ വലിപ്പം കുറയുകയും ടോയ്ലറ്റ് വലിപ്പം കൂടുകയും ചെയ്യും. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ല, ഇഷ്ടം പോലെ റൂം വലുതാക്കാൻ കഴിയില്ല. ഉള്ളത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതാണ് വേണ്ടതെങ്കിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സാക്രിഫൈസിങ് നടക്കുന്നു. ഇത് തന്നെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന തിയറിയിൽ പറയുന്നത്. വേറെ ഒന്നുമില്ല, മറിച്ചൊന്നുമില്ല. സിമ്പിൾ ആയ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കടക്കാം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ കുട്ടികൾ, അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെ? ഓരോ എക്കോണമിയുണ്ട്, ഓരോ മനുഷ്യനും അത് കൈകാര്യം ചെയ്യുന്നു, ഓരോ വീടുകളിൽ അത് കൈകാര്യം ചെയ്യുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നൊരു സംഗതി അല്ലെ, ഒരു ഇൻവിസിബിൾ കർവ് നമ്മുടെ ലൈഫിൽ തന്നെ. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഷോയിങ് പ്രൊഡക്ഷൻ ഓഫ് 2 goods with available technique of production and resources. Okay. നമുക്ക് സപ്പോസ് ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു കഷ്ണം ഭൂമി ഉണ്ടെന്ന് വിചാരിച്ചു. ഒരുപാടില്ലല്ലോ ഭൂമി, കുറച്ചുള്ളൂ നമുക്ക് കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് ഭൂമി കിട്ടിയെന്ന് വെച്ചു, കുറച്ച് സ്ഥലം. അതാകെ ഒരു 40 റബ്ബർ വെക്കാനോ അതുമല്ലെങ്കിൽ 100 വഴുതനത്തൈ വെക്കാനോ ഉള്ള സ്ഥലമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, 40 റബ്ബർ വെക്കാം, അതല്ലെങ്കിൽ 100 വഴുതന ചെടി വെക്കാം. ഇതിനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരാൾ ഉദ്ദേശിക്കുകയാണ് എനിക്കതിൽ റബ്ബർ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് 40 റബ്ബർ വെക്കാം. വഴുതന 0, വഴുതന ഒന്നും വെക്കേണ്ടതില്ല, സ്ഥലം. അതല്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കാം, ഞാനത് വഴുതനങ്ങ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. അങ്ങനെ 100 വഴുതന വെക്കാം, റബ്ബർ 0, റബ്ബർ ഒന്നും വെക്കാൻ കഴിയില്ല. എന്താണ് കാരണം? ഇത് ഏതെങ്കിലും ഒന്നാണ് കംപ്ലീറ്റ് മുഴുവനായിട്ട് ഭൂമി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 100 വഴുതന വെക്കാം നടാം, അതല്ലെങ്കിൽ 40 റബ്ബർ ചെടികൾ നടാം. ഇതിനുള്ള സ്ഥലം. അതല്ല രണ്ടും ഇയാൾക്ക് കൃഷി ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇയാള് ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നഷ്ടപ്പെടുത്തേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കൂ, പല പോസിബിലിറ്റീസ് ഇവിടെ വരുന്നു. സപ്പോസ് ഇയാൾ റബ്ബർ 0 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒറ്റ റബ്ബർ കൃഷി ചെയ്യുന്നില്ല. അങ്ങനെ വഴുതന 100 വഴുതന ചെടി നടാം. അതല്ല, ഇയാൾക്ക് തോന്നുകയാണ്
എനിക്ക് 10 റബ്ബർ കൂടി നടണം, 10 റബ്ബർ ചെടി കൂടി നടണം. അങ്ങനെയാണെങ്കിൽ വഴുതന ചെടിയിൽ 10 നഷ്ടപ്പെട്ടുകൊണ്ട് 90 വഴുതന നടാൻ കഴിയും. എന്താണ് കാരണം? സ്ഥലമില്ല, വേറെ ഒരു പ്രോപ്പർട്ടി ഇല്ല, ഈ സ്ഥലത്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അതാണ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റി എ. ഇനി പോസിബിലിറ്റി ബി നോക്കൂ. റബ്ബർ 10 ചെടികൾ നടുമ്പോൾ വഴുതന 90. പോസിബിലിറ്റി സി നോക്കൂ. റബ്ബർ 20 എണ്ണം നടുമ്പോൾ വഴുതന 70 കുറയുന്നു. റബ്ബർ ചെടി വീണ്ടും കൂടുന്നു. 30 റബ്ബർ ചെടികൾ ഈ സ്ഥലത്ത് നടുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും വഴുതന ചെടികളുടെ എണ്ണം കുറേ 40 കുറയുന്നു. അങ്ങനെ സ്വീകരിക്കാം. ഡി എന്ന കോമ്പിനേഷൻ എടുക്കാം. 30 റബ്ബർ ചെടി നടുമ്പോൾ 40 വഴുതന ചെടി കുറയുന്നു. ഇനി ഇയാൾ ഉദ്ദേശിക്കുന്നത് ഞാൻ മുഴുവൻ റബ്ബർ ചെടി എടുക്കുകയാണ്. ഈ എന്ന കോമ്പിനേഷൻ പോസിബിലിറ്റി എടുക്കുന്നു. 40 റബ്ബർ 0 ബ്രിഞ്ചാൾ. ഇതല്ലേ ശരി? ഇത് തന്നെയല്ലേ നമ്മൾ വീടുകൾ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ നമ്മൾ പാടങ്ങളിൽ പറമ്പുകളിൽ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ഫാക്ടറികൾ ചെയ്യുന്നത്? ഓക്കെ, വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഏതെങ്കിലും ഒരു സംഗതി കൂടുതൽ ചെയ്യേണ്ടി വരുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു സംഗതി ത്യജിക്കേണ്ടി വരുന്നു. അതിനനുസരിച്ച് എന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ചർച്ച ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയ ഒരു ഭാഗമാണ്. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്നിവ. ഇത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ആണ് ഈ കണ്ടത്. ഓക്കെ, രണ്ട് സംഗതികളുടെ പ്രൊഡക്ഷൻ കോമ്പിനേഷൻസ് ആണ്, പോസിബിലിറ്റീസ് ആണ് റബ്ബർ ബ്രിഞ്ചാളുടെ കൊടുത്തിരിക്കുന്നത്. എന്തുമാകാം, എക്സ് വൈ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഞാനിവിടെ റബ്ബർ ബ്രിഞ്ചാൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നതിന് മാത്രം. സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെ ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാം? ഡയഗ്രാമിന്റെ ഷേപ്പ് എന്താണ്? ഇതെല്ലാം നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഇവിടെയുണ്ട്. ഇതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഡയഗ്രാം വരയ്ക്കാനൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. പേടിക്കാനില്ല, സിമ്പിൾ ആണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഒക്കെ നോക്കൂ. റബ്ബർ നമ്മുടെ എക്സ് ആക്സിസിൽ അടയാളപ്പെടുന്നു, ബ്രിഞ്ചാൾ വഴുതന വൈ ആക്സിസ് അടയാളപ്പെടുന്നു. കാണാം. അപ്പോ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? എ, ബി, സി, ഡി ആൻഡ് ഇ. എ പോസിബിലിറ്റി എന്താണ്? 0 റബ്ബറാണെങ്കിൽ 100 വഴുതന. ബി പോസിബിലിറ്റി എന്താ? 10 റബ്ബറാണെങ്കിൽ 90 വഴുതന. സി പോസിബിലിറ്റി എന്താണ്? 20 റബ്ബറാണെങ്കിൽ 70 വഴുതനയായിട്ട് കുറയും. ഇനി ഡി പോസിബിലിറ്റി റബ്ബർ 30 കൂടുമ്പോൾ ബ്രിഞ്ചാൾ 40 കുറയും. ഈ പോസിബിലിറ്റി എന്താണ്? 40 റബ്ബറാകുമ്പോൾ വഴുതന 0 ആകുന്നു. ഒരെണ്ണം പോലും കൃഷി ചെയ്യാൻ പറ്റാതാകുന്നു. ഇതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. നോക്കാതെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോക്കൂ. എക്സ് ആക്സിസിൽ 10, 20, 30, 40 അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. വൈ ആക്സിസിൽ 0 to 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി റെപ്രസെന്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. മാർക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? എക്സ് റബ്ബർ 0 ആണെങ്കിൽ ബ്രിഞ്ചാൾ നോക്കിക്കോളൂ. റബ്ബർ 0 ആണെങ്കിൽ ബ്രിഞ്ചാൾ 100 അടയാളപ്പെടുത്തി. റബ്ബർ ബി പോസിബിലിറ്റി നോക്കൂ. റബ്ബർ 10 ആണെങ്കിൽ ബ്രിഞ്ചാൾ 90. ഇനി സി പോസിബിലിറ്റി റബ്ബർ 20 ആണെങ്കിൽ എത്രയാണ്? ബ്രിഞ്ചാൾ 70 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഡി പോസിബിലിറ്റി എന്താണ്? റബ്ബർ 30 ആണെങ്കിൽ ബ്രിഞ്ചാൾ 40 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വൺ ഈ പോസിബിലിറ്റി എന്താണ്? പറയൂ. റബ്ബർ 40 ആണെങ്കിൽ ബ്രിഞ്ചാൾ 0. റബ്ബർ 40 ആണെങ്കിൽ ബ്രിഞ്ചാൾ എന്തായിരിക്കുന്നു? 0ലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട്
ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നു. ഈ ഷേപ്പിന്റെ പേര് എന്താണ്? പേര് കോൺകേവ് ടു ഒറിജിൻ. കോൺകേവ് ടു ഒറിജിൻ, അകത്തേക്ക് വളഞ്ഞിട്ടുള്ള ഒരു ഡയഗ്രാം, ഒരു കർവാണ് നമുക്ക് കിട്ടുക. ഇതിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ വളവുകളെ കുറിച്ച്, ചരിവുകളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാതെ എങ്ങനെ വരയ്ക്കാം എന്ന് മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾ വീണ്ടും വീണ്ടും അത് വരച്ചു നോക്കണം. ഷെഡ്യൂൾ ഇട്ടതിന് ശേഷം വരച്ചു നോക്കണം. ഇനി പോസിബിലിറ്റീസ് ഒന്ന് അതിൽ മാർക്ക് ചെയ്ത് നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി എ എന്ന് പറയുന്നത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്, ഇത് ഇ ആണ്. മനസ്സിലായത്? അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെയാണ് വരയ്ക്കുക. എന്താണ്? രണ്ട് സംഗതികളുടെ, രണ്ട് വസ്തുക്കളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഗതിയാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ് പഠിച്ചു. എന്താണ് ആക്ച്വലി? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂളിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കർവ്. ഓരോ എക്കോണമിക്കും ഓരോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകളുണ്ട്. ആ രാജ്യത്തിന്റെ, ആ എക്കോണമിയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, റിസോഴ്സസ് അവൈലബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു രാജ്യത്തിന്റെയും എങ്ങനെയാണ് കാണിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അടുത്തൊരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. നോക്കൂ, എ ബി എന്നതൊരു രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഈ എ ബി ലൈനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെ കാണിക്കും. ആ എക്കോണമിയിലെ മുഴുവൻ സംഗതികളും റിസോഴ്സസും ഉപയോഗിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് ഈ എ ബി ലൈനിൽ എവിടെയെങ്കിലും ആകാം. ഇനി ഈ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അകത്തുള്ളത് എന്ന് വെച്ചാൽ എ ബി കർവിന് ഉള്ളിലുള്ള ഭാഗത്തെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റിസോഴ്സസ് പൂർണ്ണമായി ഉപയോഗിക്കാത്ത എക്കോണമികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനകത്ത് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ, ഒരു ഭാഗം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്, എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസോഴ്സസ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. അപ്പോ ഡയഗ്രത്തിലുള്ളത് ഒരു പോയിന്റ് ആണെങ്കിൽ റിസോഴ്സസ് പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി ഇതിന് പുറത്തുള്ള ഒരു ഭാഗം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്തുള്ള ഒരു ഭാഗം ഗ്രോത്ത് ഓഫ് റിസോഴ്സസിനെ സൂചിപ്പിക്കുന്നു. അതായത് ഈ എക്കോണമി അത് അറ്റൈൻ ചെയ്തിട്ടില്ല, അങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തിയാൽ കർവ് ഉയർന്നു പോകും, വലിയ ഒരു കർവ് വരും. കർവ് വൈഡൻ ആവും, വലുതാകും, വിശാലമായ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ടാകും. ക്ലിയർ ആണ്? അപ്പൊ കർവിനകത്തുള്ള ഭാഗം അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിനെയും കർവിന് പുറത്തുള്ള ഭാഗത്തെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നും ഉദ്ദേശിക്കുന്നു. ഇതാണ് ഈ ഒരു സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെ 3 പോയിന്റുകൾ തന്നിട്ടുണ്ടാകും. ഈ എ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബി എന്താണ് ഉദ്ദേശിക്കുന്നത്, സി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യ പേപ്പർ ധാരാളമാണ്. ഇനി നിങ്ങൾക്കത് തെറ്റില്ല, നിങ്ങൾ നന്നായിട്ട് എഴുതും. മാത്രമല്ല ഓരോ എക്കോണമികളിലും ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വർക്ക് ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത 2 ഡയഗ്രാംസ് കാണുന്നുണ്ട് അല്ലെ? 2 ഡയഗ്രാം എന്താണ് വലിയ വീഡിയോ കിട്ടിയിട്ടുണ്ടാവില്ല, ചെറുതായിട്ട് ഓർത്തു നോക്കും. നേരത്തെ പറഞ്ഞില്ലേ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എ ബി ഒരു കർവാണ്. അതൊരു രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. സപ്പോസ് നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് എ ബി എന്ന് കരുതിക്കോളൂ.
ലോക്ക്ഡൌണിന് ശേഷം എന്താണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ മൊത്തം റിസോഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, യൂട്ടിലൈസേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൊറോണ ഇഷ്യൂ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിലൂടെ രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ വളരെ അധികം പിന്നോട്ട് പോയി. GDP അല്ലെ, രാജ്യത്തിന്റെ എക്കോണമി തന്നെ GDP എല്ലാം വളരെ പുറകോട്ട് പോയി. നിർമ്മാണം നിലച്ചു, കുറഞ്ഞു. ഇതിനെ PPC റെപ്രസെന്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റിംഗ് എന്നാണ് അതിനെ പറയുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിലവിലുണ്ടായിരുന്നത് AB ആണ്. ക്ലിയർ ആണല്ലോ? AB ആയിരുന്നു ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് ഇന്ത്യ. എന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഇന്ത്യയുടെ PPC കർവിന് അത് മുകളിലേക്ക് വലുതായിട്ടുണ്ടാവും, കൂടുതൽ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടാവും, രാജ്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഒരു വിവരം ഇല്ലെങ്കിൽ പോലും, അറിവ് ഇല്ലെങ്കിൽ പോലും, പത്രം വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ധാരണയുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ പിന്നോട്ട് പോയിട്ടുണ്ട് അല്ലെ. വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്, ലളിതമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും. CD നോക്കൂ, AB ആയാലും നിലവിലുണ്ടായാലും നമ്മുടെ PPC കർവ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാം പിന്നോട്ട് പോയപ്പോൾ ആ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. CD എന്ന പുതിയ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ടായി. അതായത് നമ്മുടെ റിസോഴ്സ് ഇപ്പോൾ ഇത്രയും താഴത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷിഫ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നു എന്ന് പറയും. ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റിംഗ് ഓഫ് PPC കർവ്. എന്താണ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്? റിസോഴ്സിന്റെ കുറവിനെയാണ്, റിസോഴ്സിന്റെ ശോഷണത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് തിരിച്ചൊന്ന് പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ റിസോഴ്സ് ഗ്രോ ചെയ്യാം, വളരാം. അതെങ്ങനെ കാണിക്കും നോക്കാം. രണ്ടാമത്തെ നോക്കൂ, PPC ആഫ്റ്റർ 1947 കാണിച്ചിട്ടില്ലേ? നോക്കൂ, 1947 മുമ്പ് ഇന്ത്യയുടെ PPC ആണ് AB എന്നതിൽ കൊടുത്തിരിക്കുന്നത്. AB ഇന്ത്യയുടെ PPC കർവ് 1947 മുൻപ്, സ്വാതന്ത്ര്യത്തിന് മുൻപ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ PPC AB ആയിരുന്നു. ശരിയാണ്, ഇവിടെ ചെറുതായിരുന്നു അർത്ഥം. എന്നാൽ 1947 ശേഷം ഇപ്പോൾ 2020 നിൽക്കുമ്പോൾ നമ്മുടെ PPC വളർന്നിരിക്കുന്നുവോ? നമ്മുടെ എക്കോണമി വളർന്നിരിക്കുകയാണോ? ബ്രിട്ടീഷുകാർ ഭരണത്തേക്കാൾ പിന്നോട്ട് പോയോ? അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയോ? തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും, നമ്മള് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒന്നാണ്. അതായത് ABയിൽ നിന്നും നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് മുകളിലേക്ക് ഗ്രോ ചെയ്തിട്ട് CD എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1947 കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ ആണല്ലോ? 1947 മുമ്പ് ഇന്ത്യൻ PPC കർവ് AB ആണെങ്കിൽ 2020 ഇന്ത്യൻ PPC കർവ് CD ആണ്. ക്ലിയർ അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് മുന്നോട്ട് പോയിരിക്കുന്നു, റൈറ്റ്വേർഡ് ഷിഫ്റ്റിംഗ് നടത്തിയിരിക്കുന്നു. എപ്പോഴാണ് PPC കർവ് റൈറ്റ്വേർഡ് ഷിഫ്റ്റിംഗ് നടത്തുക? രാജ്യത്തിന്റെ എക്കോണമി ഗ്രോ ചെയ്യുന്നത് കാണിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. സത്യമല്ലേ? വളരെ സിമ്പിൾ അല്ലേ കാര്യം? ക്ലിയർ ആണല്ലോ? അടുത്ത ഒരു നമ്മള് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിന്റെ റൊട്ടേഷനെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നത്, നേരത്തെ ഷിഫ്റ്റിംഗ് പറഞ്ഞു, അപ്വേർഡ് ഷിഫ്റ്റിംഗും ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ്, അതുമല്ലെങ്കിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റിംഗ് ഓർ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റിംഗ് നേരത്തെ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൊട്ടേഷൻ ഓഫ് PPC ആണ്. PPC റൊട്ടേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. ഒരു ഭാഗം മാത്രം ഷിഫ്റ്റ് ചെയ്യും, ഒരു ഭാഗം തന്നെ. അതെ, സിമ്പിൾ ആണ്, നമുക്ക് നോക്കാം. ലോക്ക്ഡൌൺ സമയത്ത്, കൊറോണ ഇഷ്യൂ വന്നു, ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ PPC ചെറിയ മാറ്റം ഉണ്ടായി. ഓർത്ത് നോക്കൂ, നമ്മുടെ യഥാർത്ഥ PPC കർവ് AB ആയിരുന്നു, ഇന്ത്യയുടെ PPC AB ആയിരുന്നു. ഈ സമയത്ത് ഗാർമെന്റ്സിന്റെയും റൈസിന്റെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് കൊടുത്തിരിക്കുന്നത്. ഗാർമെന്റ്സ് Y ആക്സിസിലും റൈസ് X ആക്സിസിലും കൊടുത്തിരിക്കുന്നു.
അതാണ് എ. എന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ആ PPC കർവ് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടാകുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചു? റൈസ് പ്രൊഡക്ഷനിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കും, ഫുഡ് പ്രൊഡക്ഷനിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കും. ഏത് രീതിയിൽ വന്നു? ഗാർമെന്റ്സ് പ്രൊഡക്ഷനിൽ അല്ലെ, തുണിക്കടകളിൽ കടഞ്ഞിടന്നില്ലേ, തുണിമില്ലുകളുടെ കടഞ്ഞിടന്ന്. അതുകൊണ്ട് മനുഷ്യർക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് കൂടുതൽ ആവശ്യമില്ലാത്ത മീൻസ് ആഡംബര വസ്തുക്കളുടെ എല്ലാം നിർമ്മാണം നിലയ്ക്കുകയും എന്നാൽ ഭക്ഷണ സാധനങ്ങൾ അവൈലബിൾ ആവുകയും ചെയ്യും. ഇതിനെ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് API നിലവിലുള്ള കർവ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ റൈസ് പ്രൊഡക്ഷൻ അങ്ങനെ തന്നെ നിൽക്കുകയും എന്നാൽ ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽസ് മില്ലുകൾ, തുണിക്കടകൾ, ടെക്സ്റ്റൈൽസുകൾ അതെല്ലാം അതിന്റെ പ്രവർത്തനമെല്ലാം മന്ദഗതിയിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന്റെ PPC ഇങ്ങനെ കാണിക്കുന്നത് CB എന്നായി മാറി. അതായത് ഗാർമെന്റ്സിന്റെ നിർമ്മാണം Aയിൽ നിന്നും Cയിലേക്ക് മാറി എന്നർത്ഥം. ഗാർമെന്റ്സിന് മാത്രം റൈസ് അങ്ങനെ അത് പഴയ അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിൽ പറഞ്ഞിരിക്കാം ഗാർമെന്റ്സും റൈസിന്റെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് വരച്ചത്. അതിന് തീർച്ചയായും ലോക്ക്ഡൌൺ സമയത്ത് ആഡംബര വസ്ത്രങ്ങളുടെ എല്ലാം നിർമ്മാണവും അതിന്റെ വിൽപ്പനയും ഡിമാൻഡ് സാധ്യത എല്ലാം കുറഞ്ഞു. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് PPC കർവ് ഇങ്ങനെ വന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ഡയഗ്രാം എങ്ങനെയാണ്? അടുത്ത ഡയഗ്രാം അല്ലേ? ഡയഗ്രാം നമ്മൾ ചർച്ച ചെയ്യുന്നത് റൊട്ടേഷൻ ഓഫ് PPC. മറക്കരുത്, PPC കർവിന്റെ റൊട്ടേഷൻ ആണ് ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഷിഫ്റ്റ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പഠിച്ചത് PPC മൊത്തമായി മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കുന്നതാണ്. ഇതല്ല, ഇത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചലിക്കുന്നതാണ്. ഓക്കെ, AB ആണ് ഐസ്ക്രീമിന്റെയും മാസ്കിന്റെയും PPC കർവ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഐസ്ക്രീമിന്റെയും മാസ്കിന്റെയും PPC കർവാണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് കാണുന്നത് AB. ഇതായിരുന്നു AB ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് മാസ്ക് ആൻഡ് ഐസ്ക്രീം. ക്ലിയർ ആണ്? എന്നാൽ നമ്മുടെ രാജ്യത്ത് കൊറോണ ഇഷ്യൂ വന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? പഴയ പോലെ തന്നെ ഐസ്ക്രീമിനും മാസ്കിനും ഈക്വൽ ആയിട്ടുള്ള ഡിമാൻഡാണ് ഉണ്ടായിട്ടുണ്ടാവുക. അത്രയാണ് നിർമ്മാണം നടന്നിട്ടുണ്ടാവുക. ആലോചിച്ചു? തീർച്ചയായിട്ടും അല്ല. ഐസ്ക്രീമിന്റെ ഡിമാൻഡ് പഴയ പോലെ നിന്നിട്ടുണ്ടാകുമെങ്കിലും മാസ്കിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ടാകും, മാസ്കിന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചിട്ടുള്ളത് സത്യമാണ്. അതെങ്ങനെ PPC റെപ്രസെന്റ് ചെയ്യും? ഇങ്ങനെ AB എന്നുള്ളത് AC ആയി മാറും. മാസ്കിന്റെ മാത്രം മാസ്ക്, സാനിറ്റൈസർ ആ വിഭാഗങ്ങളുടെ നിർമ്മാണം കൂടി എന്നർത്ഥം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് AB നിന്നും AC ആയി മാറും. എന്ന് വെച്ചാൽ മാസ്കിന്റെ നിർമ്മാണം കൂടിയിട്ടുണ്ട്, ഐസ്ക്രീമിന്റെ നിർമ്മാണം പഴയ പോലെ തന്നെയാണ്. ക്ലിയർ അല്ലേ? റൈറ്റുകളിലേക്ക് മാസ്ക് മാത്രം സൃഷ്ടിക്കുന്നു, എന്നാൽ ഐസ്ക്രീം അങ്ങനെ തന്നെ നിൽക്കുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിന് പ്രത്യേകിച്ച് തിയറി ഒന്നുമില്ല. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഇതാണ് നടന്നിട്ടുള്ളത്, ഇതാണ് ശരി. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഏതെല്ലാം ചർച്ച ചെയ്തു? ഏതെല്ലാമാണ് ചർച്ച ചെയ്തത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് ചർച്ച മനസ്സിലായി. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? PPC എന്താണ്? ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സംഗതികളുടെ, രണ്ട് വസ്തുക്കളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ്, നിർമ്മാണ സാധ്യതകളാണ്, സാധ്യതാവക്രം എന്നൊക്കെ പറയാം. അതാണ്. പിന്നെ എന്ത് പഠിച്ചു? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് രാജ്യത്തിന്റെ റൈറ്റ് വഴിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ലെഫ്റ്റ് വഴിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. റൈറ്റ് വഴിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അതിനെ എന്ത് പറയുന്നു? എന്ത് സൂചിപ്പിക്കുന്നു? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നാണ്. ലെഫ്റ്റ് വഴിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അത് രാജ്യത്തിന്റെ റിസോഴ്സിന്റെ സ്കേഴ്സിറ്റിയാണ്, ശോഷണത്തെയാണ് കാണുന്നത്. ഇനി റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ റൊട്ടേഷനെ കുറിച്ച്
അതെന്താണ്? ഏതെങ്കിലും ഒരു ഭാഗം മാത്രം രണ്ട് വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിന്റെ പ്രൊഡക്ഷൻ സാധ്യത കൂടുമ്പോൾ അതിനെ കാണിക്കുന്നതാണ് റൊട്ടേഷൻ. ആ ഒരു വസ്തുവിന്റെ വീക്ക്നെസ്സും അത് ആ ഭാഗം മാത്രം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയാൽ, അല്ലെ, അതിന്റെ സാധ്യതകൾ കുറഞ്ഞു പോയാൽ അതെങ്ങനെ കാണിക്കും? ലെഫ്റ്റുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ആ ഒരു വസ്തുവിന്റെ ഡയഗ്രം ആ ഏരിയ മാത്രം ലെഫ്റ്റുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. റൊട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്തുള്ള ഭാഗത്തെ അണ്ടർ യൂട്ടിലൈസേഷൻ റിസോഴ്സ് എന്ന് വിളിക്കുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തെ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് വിളിക്കുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്തുള്ള ഒരു പോയിന്റിനെ എന്ത് സൂചിപ്പിക്കുന്നു? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കണം. വീണ്ടും വീണ്ടും വീഡിയോ കാണണം. അസൈൻമെന്റ് എല്ലാവരും വീഡിയോ എടുക്കണം. നന്നായിട്ട് വായിച്ച് പഠിക്കണം. മിടുക്കരാകണം. എല്ലാവർക്കും